ദൈവിക തൃത്വം എന്ന വിഷയമാണ് ഇന്ന് രാത്രിയിൽ ദൈവവചനം പഠിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. ദൈവിക തൃത്വം, തൃത്വം എന്ന വാക്കിൽ ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിയേകത്വം എന്നൊക്കെ വേണം നമുക്ക് പറയുവാനായിട്ട്. എങ്കിലും തൃത്വം എന്നാണ് പൊതുവിൽ അത് പറഞ്ഞു വരുന്നത്. ദൈവിക തൃത്വം എന്നതാണ് നമ്മുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദൈവിക തൃത്വം എന്നത് എന്താണ് എന്നാണ് നമ്മൾ പ്രാരംഭമായിട്ട് ചിന്തിക്കുന്നത്. എന്താണ് ഈ വാസ്തവത്തിൽ ദൈവിക തൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രാരംഭമായിട്ട് ചിന്തിക്കുന്നത് ഈ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവര് പ്രാർത്ഥനയോടും ശ്രദ്ധയോടും നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. വളരെ പ്രാധാന്യമർഹിക്കുന്നതും ഏറെ വിവാദങ്ങൾ അടങ്ങിയതും മാനുഷിക ബുദ്ധികൾക്ക് പോലും പൂർണ്ണമായി അത് ഗ്രഹിച്ചെടുക്കുവാൻ പ്രയാസകരവുമായിരിക്കുന്ന ഒരു വിഷയമാണ് ദൈവിക തൃത്വം. എന്നാൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവിക വചനങ്ങളിലൂടെ നമുക്കത് മനസ്സിലാകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമ്പോൾ ദൈവിക തൃത്വം എന്നത് മാനുഷിക ബുദ്ധിക്ക് അതീതമാണെങ്കിലും നമുക്കത് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാനും കൂടുതലായി ദൈവത്തെ അറിയുവാനും ഇടയാകും. ആയതിനാൽ തൃത്വം എന്നത് എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിനകത്ത് വിശുദ്ധ വേദപുസ്തകത്തിൽ തൃത്വം എന്ന ഒരു പദം നമുക്ക് നേരിട്ട് കാണാൻ സാധ്യമല്ല. തൃത്വം എന്നൊരു പദം നമുക്ക് നേരിട്ട് ബൈബിളിൽ കാണാൻ സാധ്യമല്ല. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾക്കകത്തും ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതലിന് ബൈബിളിനകത്ത് നമുക്ക് ഈ ദൈവിക തൃത്വം എന്നതിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശം മുഴുവനും ബൈബിളിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. പക്ഷെ തൃത്വം എന്നൊരു പദം വേദപുസ്തകത്തിനകത്ത് തിരഞ്ഞു നോക്കിയാൽ നമുക്കത് കാണാൻ സാധ്യമല്ല. സ്തോത്രം. എന്നാൽ പിന്നെ എന്തിനാണ് ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിപ്പെടാത്തതായ ഈ തൃത്വം എന്നത് മനസ്സിലാക്കേണ്ടുന്നത്? പിന്നെ എന്തിനാ? പക്ഷേ തൃത്വം എന്ന പദമില്ലെങ്കിലും ത്രിയേക ദൈവത്തിൻ്റെ ഇടപെടലുകളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിയ സത്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവവചനത്തിനകത്ത് നമുക്ക് പ്രവേശിക്കേണ്ടിയിരിക്കും. അങ്ങനെ വന്നാൽ നമുക്ക് തൃത്വം എന്നത് ആ പദം വേദപുസ്തകത്തിനകത്തില്ലെങ്കിലും തൃത്വം എന്ന വിഷയം നമുക്ക് വളരെ വിശദമായി വേദപുസ്തകത്തിലൂടെ തന്നെ നമുക്കതിൻ്റെ ഉപദേശങ്ങളെ പഠിക്കുവാൻ സാധ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസത്തിലെ തൃത്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിലെ തൃത്വം എന്നത് ഒരു ദൈവവും 3 വ്യക്തികളും അടങ്ങുന്ന ഒന്നാണ്. നോക്കുക, എന്താണ് തൃത്വം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം, ഒറ്റ ദൈവം, എന്നാൽ 3 വ്യക്തികൾ അടങ്ങുന്നതാണ്. ആ 3 വ്യക്തികളാണ്
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതാണ് വാസ്തവത്തിൽ തൃത്വം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തൃത്വം എന്ന വിഷയത്തിനകത്ത് ഒരു ദൈവവും 3 വ്യക്തികളും എന്ന് പറയുമ്പോൾ 3 ദൈവങ്ങളല്ലേ? പിതാവ് 1, പുത്രൻ 2, പരിശുദ്ധാത്മാവ് 3. അപ്പോൾ ഈ 3 ദൈവങ്ങളല്ലേ ബൈബിളിൽ എന്നാണ് പലരുടെയും സംശയം. അങ്ങനെ വരുമ്പോൾ ദൈവം എങ്ങനെയാണ് ഒരു ദൈവമാകുന്നത്? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്ന അടിസ്ഥാനപരമായ പ്രധാന വിഷയമാണ് തൃത്വം. അതിൽ നിന്ന് നാം വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനായിട്ടിടയാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദൈവമാണ്, 3 വ്യക്തികളാണ്. എന്നാൽ 3 ദൈവങ്ങൾ അല്ല. അതായത് ദൈവം ഏകനാണ്, ഒരു ദൈവമേ ഉള്ളൂ, 3 ദൈവങ്ങളില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ത്രിയേക ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പേരും വ്യക്തികളായി ദൈവത്തിൽ തന്നെ കേന്ദ്രീകൃതമായിരിക്കുന്ന ഏക സത്യ ദൈവം. സ്തോത്രം. ദൈവം ഏകനാണ്. ഈ ഏക ദൈവം സത്യദൈവമാണ്. ആ ദൈവം എന്നത് 3 ദൈവങ്ങളായിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ബഹുദൈവങ്ങളല്ല, ഒറ്റ ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കുറച്ചുകൂടെ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ തുടർന്നുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് പ്രാരംഭമായി ദൈവം എന്നുള്ള വിഷയത്തിനകത്തു നിന്നാണ് തുടങ്ങുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടങ്ങുന്ന ദൈവിക വചനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിതാവ് ദൈവമാണ്, യേശുക്രിസ്തു പുത്രനായ യേശുക്രിസ്തു ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പക്ഷേ ദൈവം ഒരുവനാണ്. നാം മനസ്സിലാക്കുക. ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരുന്ന വസ്തുത ദൈവം ഒരുവനാണ്. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പം തൃത്വം എന്നത് എന്താണ് എന്നത് ഞാൻ നിങ്ങൾക്ക് അല്പമായിട്ടൊന്ന് മനസ്സിലാക്കി തന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദൈവവും 3 വ്യക്തികളും അടങ്ങുന്ന ഏക ദൈവമാണ് തൃത്വം എന്നതുകൊണ്ട് ദൈവവചനത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അപ്പൊ 2, ബൈബിൾ പഠിപ്പിക്കുന്ന ഏക ദൈവം. ആ ദൈവത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോ ഈ തൃത്വം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ദൈവം ഒരുവനാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം. അല്ലാത്തടത്തോളം ഈ തൃത്വത്തെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. കർത്താവിന് സ്തോത്രം. ദൈവം ഒരുവനാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ തൃത്വത്തെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നത്. നോക്കാം, നമുക്ക് വേദപുസ്തകത്തിനകത്ത് ദൈവങ്ങൾ എന്നാണോ ദൈവം എന്നാണോ പറഞ്ഞിരിക്കുന്നത്, അത് ബഹുദൈവങ്ങളെയാണോ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ബഹുദൈവ 3 ദൈവങ്ങളെയാണോ പറഞ്ഞിരിക്കുന്നത്, അതോ ഏക സത്യ ദൈവം എന്നുള്ള ഏകദൈവത്തെയാണോ പറഞ്ഞിരിക്കുന്നത്? നമുക്കിത് ദൈവവചനം, നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു അതിനെക്കുറിച്ച് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഏകദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത്. അതുകൊണ്ട് ചില റെഫറൻസുകൾ മാത്രം വായിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്.
പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ബൈബിൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഏകദൈവം. അപ്പം തൃത്വം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ദൈവം ഒരുവനാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം. അപ്പൊ അതിന് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം ദൈവവചനം എന്താണ് പറയുന്നത്, നമുക്കതൊന്ന് വായിക്കാം. ഈ മീറ്റിംഗിലായിരിക്കുന്ന, ഓൺലൈൻ മീറ്റിംഗിലായിരിക്കുന്ന ഒരാൾ അൺമ്യൂട്ട് ചെയ്തൊന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. യെസ്, വായിച്ചാട്ടെ. നമ്മുടെ ദൈവമായ യഹോവ ഏകൻ തന്നെ. നോക്കിക്കേ, കർത്താവിന്റെ വചനം പറയുന്നു ദൈവങ്ങൾ എന്നുള്ളതല്ല. വേദപുസ്തകത്തിനകത്തുനിന്ന് ദൈവത്തെക്കുറിച്ച് തൻ്റെ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ദൈവം അരുളി ചെയ്യുന്നത്, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ യഹോവ ഏകനാണ്, ഏകനായ യഹോവയാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഏകനാണ്. ദൈവങ്ങൾ എന്നുള്ളൊരു ചിന്ത വേദപുസ്തക വിരുദ്ധമാണ്. ദൈവം ഏകനാണ് എന്നതാണ് ദൈവവചനം വെളിപ്പെടുത്തുന്ന സത്യം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം ഏകനാണ് എന്ന് നാം പറയുമ്പോൾ, അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 ദൈവങ്ങളില്ലേ എന്ന് ചിലർ ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ തുടർമാന ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തുടർമാനമായിട്ട് ഈ ക്ലാസ്സുകൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനം വെളിപ്പെടുത്തുന്നു, ഇസ്രായേലേ കേൾക്കാൻ, നമ്മുടെ ദൈവമായ യഹോവ ഏകനാണ്. ഏകൻ, ഒരു ദൈവമാണ്, ഒറ്റ ദൈവമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം ഒറ്റ ദൈവമാണ്. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അതുകൊണ്ടാണ് 3 ദൈവങ്ങളല്ല ഒറ്റ ദൈവമാണ് എന്ന് പറയുന്നതിന്റെ താല്പര്യം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചാട്ടെ. ഞാൻ യഹോവ ആകുന്നു, വേറൊരുത്തനും അല്ലെങ്കിൽ മറ്റൊരുത്തനും ഇല്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ യഹോവ ആകുന്നു, വേറൊരുത്തനുമില്ല, മറ്റൊരുത്തനുമില്ല. ദൈവം എന്ന നിലയിൽ ദൈവത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട്, ഇതാ ഞാനും കൂടെ ദൈവമാണെന്ന് പറഞ്ഞ് ദൈവത്തോട് തുലനം ചെയ്തുകൊണ്ട്, ദൈവത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട്, ഒരു ദൈവത്തെയും കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവം എന്നുള്ളതിന് പകരം ദൈവങ്ങൾ എന്ന് പറയാനായിട്ട് വേദപുസ്തകത്തിനകത്തുള്ള ഉപദേശത്തിനകത്തില്ല. അത് ഒറ്റ ദൈവമേ ഉള്ളൂ. ദൈവം പറഞ്ഞു, ഞാൻ യഹോവ ആകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാൻ ദൈവമാണെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ നാം തൃത്വം എന്ന വിഷയം മനസ്സിലാക്കുമ്പോൾ ദൈവം ഏകനാണെന്നുള്ള വിഷയമാണ് ദൈവവചനത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ചിലർ ചിന്തിക്കും, അയ്യോ, ഇത് പഴയ നിയമത്തിനകത്തല്ലേ പാസ്റ്ററെ? പഴയ നിയമത്തിനകത്ത് ദൈവം ഏകനെന്ന് യഹോവയാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിനകത്തുനിന്നൊരു വചനം കാണിക്കാൻ പറ്റൂ ദൈവം ഏകനാന്ന്? ദൈവം ഏകനാണെന്ന് പുതിയ നിയമത്തിനകത്തുനിന്നൊരു വചനം കാണിക്കാൻ പറ്റുമോ? ദൈവം ഏകനാണ് എന്നതിന് പുതിയ നിയമത്തിനകത്തും നമുക്ക് മനസ്സിലാക്കുവാൻ വചനങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവം ഏകനാണ്. വായിക്കാം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യം. വേഗത്തിൽ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യം. തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തും വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. കർത്താവിന് സ്തോത്രം.
അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു സത്യം, ബഹുദൈവങ്ങളല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഏകദൈവത്തെ കുറിച്ചാണ്. ആയതിനാൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവവചന അടിസ്ഥാനത്തിൽ തൃത്വം എന്ന വിഷയത്തിനകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, ദൈവവചനത്തിനകത്ത് വെളിപ്പെടുത്തി കിട്ടിയ ദൈവങ്ങൾ എന്നുള്ളതല്ല, ദൈവം എന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഏക ദൈവം എന്നുള്ളതാണ്. പ്രത്യുത ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചവനായ ദൈവം ഏകനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവങ്ങൾ എന്നുള്ള വിശ്വാസമല്ല, നമുക്ക് ദൈവം എന്നുള്ള വിശ്വാസമാണ്. അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവമായതുകൊണ്ട് നമുക്കങ്ങനെ ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവവചനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന കൃപയ്ക്കായി, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന എല്ലാറ്റിനുമായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ത്രിയേക ദൈവം എന്നത് നാം മനസ്സിലാക്കണം. തൃത്വം അല്ലെങ്കിൽ ദൈവിക തൃത്വം എന്ന വിഷയത്തിനകത്ത് ഇത് ത്രിയേകത്വം അല്ലെങ്കിൽ ട്രിനിറ്റി, ആ ഒരു ട്രിയൂണിറ്റി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഏകനാണ്, ഏക ദൈവമാണ്. വേദപുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തി കിട്ടിയ ദൈവം എന്നുള്ള തൃത്വം എന്നുള്ള വിഷയത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ദൈവിക വചനം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കുക, ഒന്ന്, ദൈവം ഏകനാണ്. സ്തോത്രം. മൂന്ന് ദൈവങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം വേദപുസ്തകത്തിനകത്തില്ല. ഒന്നിൽ കൂടുതലുള്ള ദൈവവിശ്വാസം വേദപുസ്തകത്തിനകത്തുള്ളതല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന വിഷയം ഏകദൈവത്തെക്കുറിച്ചാണ്. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് വ്യക്തികൾ എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഏകദൈവമാണ്. കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് മൂന്ന് ദൈവങ്ങളെ പഠിപ്പിക്കുന്ന വേദപുസ്തകമല്ല. വിശുദ്ധ വേദപുസ്തകം ഏകദൈവമായിരിക്കുന്ന, ആമേൻ, തൃത്വത്തിൽ ഏകനായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ദൈവത്തെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇവർ മൂന്ന് വ്യക്തികളാണ് എന്ന് നാം മറന്നു പോകരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി വളരെ കാതലായിരിക്കുന്ന ഒരു വിഷയമാണ് നാം ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്നത്. അതാണ് ത്രിയേക ദൈവം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവിക തൃത്വം എന്ന വിഷയം നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ തൃത്വം എന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരുവാനിടയായിട്ടുണ്ട്. രണ്ട്, ബൈബിൾ പഠിപ്പിക്കുന്ന ഏകദൈവം എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കുവാനിടയായി വചനത്തിലൂടെ. കർത്താവിന് സ്തോത്രം. ദൈവവചനം പഠിപ്പിക്കുന്നത് ഏക ദൈവത്തെ ആണ്. ദൈവം എന്നത് ഏകനാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മൂന്നാമത് ഞാൻ നിങ്ങളുടെ മധ്യേ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്: പിതാവ് ദൈവമാണ്. പിതാവ് ദൈവമാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഈ ഒരു വിഷയം ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് ചില റഫറൻസുകൾ വായിച്ചുകൊണ്ടാണ്, ബൈബിളിലൂടെയാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നത് എന്ന് ഇന്നു രാത്രി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. കർത്താവിന് സ്തോത്രം. പിതാവ് ദൈവമാണ് എന്നതിന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഏക സത്യ ദൈവമായ നിന്നെയും, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകും. അപ്പോൾ പിതാവാം ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു,
ഏക സത്യ ദൈവമാണ് പിതാവ്. അപ്പൊ പിതാവ് ദൈവമാണ്, അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പിതാവ് ദൈവമാണ്. പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണെന്നുള്ളതല്ല. ഇവിടെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത് പിതാവ് ദൈവമാണ്. ഏക ദൈവത്തിൽ ഒന്ന് പിതാവ് ദൈവമാണ്. കർത്താവിന് സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 6-ാമത്തെ വാക്യം. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ശ്രദ്ധിക്കണം, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും. അവൻ സകലത്തിനും കാരണഭൂതൻ. നാം അവനായി ജീവിക്കേണ്ടതും. നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. മതി. പിതാവായ ഏക ദൈവം, അതേ നമുക്കുള്ളൂ. ഒറ്റ ദൈവം. നിങ്ങൾ നോക്കിക്കേ, ഒരേ ഒരു ദൈവം. അപ്പോൾ പുത്രൻ ദൈവമാണ്, യേശുക്രിസ്തു ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമുക്ക് ഈ തൃത്വം, ദൈവിക തൃത്വം എന്ന വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒത്തിരി സംശയങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ ഇപ്പോഴും ഉണ്ടായി വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. കർത്താവിന് സ്തോത്രം. നോക്കിക്കേ, നമുക്കൊരു ദൈവമേ ഉള്ളൂ, പിതാവായ ദൈവമെന്ന് 1 കൊരിന്ത്യർ 8:6 ദൈവത്തിന്റെ വചനം പറയുക. സ്തോത്രം. അപ്പോൾ ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ദൈവവചന വിരുദ്ധമാണ്. ദൈവവചനം വെളിപ്പെടുത്തുന്നത് ഒരു ദൈവത്തെയാണ്, ഏക ദൈവത്തെ. സ്തോത്രം. ഒരു വാക്യം കൂടെ നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ശ്രദ്ധിച്ച്, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം ഒരുവൻ, എല്ലാവർക്കും പിതാവുമായവൻ ഒരുവൻ. അപ്പോൾ യഥാർത്ഥത്തിൽ പിതാവായ ദൈവം ദൈവമാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പിതാവ് ദൈവമാണ് എന്നത് നാം മനസ്സിലാക്കി. പിതാവാം ദൈവം ദൈവമാണ്. ഇനി അടുത്തത് പുത്രനായ യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു ദൈവമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇനി അടുത്തത് ഈ തൃത്വ വിഷയത്തിനകത്തുള്ള പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോക്കണമേ, ദൈവം ഏകനാണ്, അത് പിതാവാം ദൈവമാണ്. നമുക്കൊരു ദൈവമുണ്ട്, അത് പിതാവാം ദൈവമാണെന്ന് നാം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ തൃത്വം എന്ന വിഷയത്തിനകത്ത് അതിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ്? യേശുക്രിസ്തു ദൈവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും, പിതാവ് ദൈവമായിരിക്കുമ്പോൾ യേശുക്രിസ്തുവും ദൈവമായാൽ ഇവിടെ 2 ദൈവങ്ങളില്ലേ എന്നൊരു സംശയം പലർക്കും കടന്നു വരാം. പിന്നെ എങ്ങനെയാണ് ദൈവവചനം ദൈവം ഏകനാണെന്ന് പറയുക എന്ന സംശയവും കടന്നു വരാം. പക്ഷേ അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞത്, ദൈവം ഏകനാണെങ്കിലും അതിൽ 3 വ്യക്തികളുണ്ട് എന്നത്. ഒരു ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അങ്ങനെയാണ് തൃത്വത്തെ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത്. ഈ 3 വ്യക്തികളും ദൈവമായതുകൊണ്ട് 3 ദൈവങ്ങളല്ല, ഏകദൈവമാണ്. എന്ന് വെച്ചാൽ സ്തോത്രം, 3 വ്യക്തികൾക്കും 3 ഉത്തരവാദിത്വങ്ങൾ ഉണ്ട്. കർത്താവിന് സ്തോത്രം. 3 പേരും
3 ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കുന്നത് എന്ന് കരുതി പിതാവാം ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ തൻ്റെ ദൗത്യം മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തന്നിൽ വിശ്വസിക്കുന്നവരിൽ എന്നേക്കും ഇരിക്കേണ്ടതിനായിട്ട് അയച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവമാണ്. അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഓരോന്നും നിർവഹിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണ് എന്ന വിഷയത്തിലേക്ക് നാം ദൈവവചനം ചിന്തിക്കുവാൻ ആധാരമായിട്ട് എടുക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാൻ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. നോക്കിക്കേ, വചനം ദൈവം ആയിരുന്നു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. നോക്കിക്കേ, ഈ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. എപ്പോൾ? ആദിയിൽ. സ്തോത്രം. അപ്പോൾ ഇവിടെ വചനം എന്നത് നമുക്കത് യോഹന്നാന്റെ സുവിശേഷം 1:14 വരുമ്പോഴാണ് നമുക്കതിനെ ഈ വചനം ആരാണ് എന്താന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടെ നേരം വായിക്കാം. നമുക്ക് ആ റെഫറൻസ് വായിച്ച് അതിനകത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുവാനിടയാകട്ടെ. വചനം ജഡമായി തീർന്നു. ഈ വചനം എന്തായി തീർന്നു? ജഡമായി തീർന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഇവിടെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്, യേശു ക്രിസ്തുവിനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. യേശു ക്രിസ്തുവാണ് നമുക്കിവിടെ കാണുന്ന വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വചനം സമം യേശു സമം ദൈവം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നോക്കിക്കേ, വചനം, ആ വചനം എന്നത് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിനെ വചനം എന്ന് പറയുകയാണ്. അപ്പൊ വചനം, യേശു ക്രിസ്തു, ദൈവം. അപ്പൊ യേശു ക്രിസ്തു താൻ ജഡത്തിൽ ഈ ഭൂമിയിൽ വരുന്നതിനു മുൻപേ വചനമായ ദൈവം ആയിരുന്നു. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ യേശു ആരാണ്? ദൈവമാണ്. അപ്പൊ യേശു പിതാവ് ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ യേശുവും ദൈവമാണ് എന്ന് ദൈവവചനത്തിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഇവർ രണ്ടും രണ്ട് ദൈവങ്ങളല്ല, ബഹുദൈവമായിരിക്കുന്ന നിലകളിലല്ല, ഒരു ദൈവമാണ്. സ്തോത്രം. 3 വ്യക്തികളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത് ദൈവം എന്നാണ്. നോക്കിക്കേ, അപ്പൊ യേശുക്രിസ്തു ദൈവമാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു റെഫറൻസും കൂടെ നമുക്ക് വായിച്ചിട്ട് യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളതിന്റെ വേദപുസ്തക തെളിവിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാൻ 20-ാം അധ്യായം 28-ാം വാക്യം. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവരെ എന്നുത്തരം പറഞ്ഞു. തോമസ് യേശുവിനോട് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി ഉള്ളവൻ. നോക്കിക്കേ, എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുണ്ട്. യേശുവിനെ ദൈവം എന്ന് തോമസ് അഭിസംബോധന ചെയ്ത് വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ തോമസ് വിളിക്കുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് വിളിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇവിടെ യേശു കർത്താവ് ദൈവമാണ് എന്നതിൻ്റെ
ഏറ്റവും വലിയ യേശു തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എന്തെന്നറിയാം, യേശു തന്നെ അംഗീകരിച്ച് ഇരിക്കുന്നത് നമുക്കിവിടെ കാണാം. കാര്യം ദൈവത്തിനു മാത്രമാണ് മഹത്വം കൊടുക്കുന്നത്, ആരാധന കൊടുക്കുന്നത്. ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിനെയും ദൈവം എന്ന് വിളിക്കാൻ യേശു പോലും അനുവദിക്കത്തില്ല. എന്നാൽ ഇവിടെ താഴെ നാം വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ആ ഭാഗങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ, തോമസിന്റെ ആ വാക്കിന് യേശു കർത്താവ് ഒരു ദൈവനിന്ദയായിട്ട് അവിടെ തുടർന്ന് സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. പ്രത്യുത ദൈവത്തെ അല്ലാതെ വേറെ ആരെയെങ്കിലും എന്തിനെങ്കിലും ദൈവം എന്ന് വിളിച്ചാൽ അത് വളരെയേറെയുള്ള ദൈവനിന്ദയാണ്. ആയതിനാൽ യേശുവിനെ ദൈവം എന്ന് ഈ തോമസ് വിളിക്കുമ്പോൾ, യേശു ദൈവമല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തെ നിന്ദിക്കുന്ന കാര്യമായതുകൊണ്ട് യേശു അതിനെ അംഗീകരിക്കുകയില്ലായിരുന്നു. ആകയാൽ യേശു തോമസ് പറഞ്ഞ വാക്കിനെ അംഗീകരിക്കുന്നത് കൊണ്ട് യേശു ദൈവം തന്നെയാണെന്ന് യേശു തന്നെ മറ്റുള്ളവരുടെ നടുവിൽ അത് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം, പുത്രനായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ചിലർക്കത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. ചിലർ പറയും യേശുക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമാണ്, യേശുക്രിസ്തു പുത്രനാണ് എന്നൊക്കെ പറയുമ്പോഴും യേശു പ്രവാചകനാണ്, യേശു ദൈവപുത്രനാണ്, ഇതൊക്കെ വാസ്തവമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. പുത്രനായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നാം മനസ്സിലാക്കുക, അത് ദൈവവചനമാണ് ആധാരമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. തോമസ് പറഞ്ഞ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവയെ, അല്ലെങ്കിൽ എൻ്റെ ദൈവമായിട്ടുള്ളവനെ എന്ന് തോമസ് യേശുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ യേശു അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അല്ലാതെ താൻ ദൈവമല്ല എന്ന് പറഞ്ഞ് ആ വാക്കിനെ റിജക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആകയാൽ പുത്രനായ യേശു ക്രിസ്തു ദൈവമാണ്. രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആമേൻ സ്തോത്രം സത്യത്തിനകത്ത് നമുക്ക് വേരൂന്നിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് സ്തോത്രം, പുത്രനായ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ഒരു വേദഭാഗത്തിലേക്ക് വരാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ച്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. മതി. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശുവിലാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ക്രിസ്തുവിൽ ദൈവത്തിന്റെ പൂർണ്ണത യേശുവിലുണ്ടാകും. സ്തോത്രം. മുഴുപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ആ പൂർണ്ണത, ദൈവം എങ്ങനെയാണോ, ദൈവം എന്താണോ, ആ ദൈവത്തിന്റെ പൂർണ്ണത യേശുക്രിസ്തുവിലുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ദൈവം എന്നുള്ളതിൽ നിന്ന് അല്പം കുറഞ്ഞവനല്ല യേശുക്രിസ്തു. ദൈവം എന്നുള്ളവനിൽ നിന്ന് സ്തോത്രം ഏറ്റവും കുറഞ്ഞ എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തെക്കാൾ അല്ലാതെ ഒരു സെക്കൻഡ് ദൈവം, ഒരു സെക്കൻഡ് ഗോഡ്, ശക്തി കൊണ്ട് പരിമിതപ്പെട്ടവൻ, ഒരു സെക്കൻഡ് ഗോഡായിട്ട് യേശുവിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. യേശുവിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി യേശുവിൽ നമുക്ക് കാണാമെന്നാണ് ദൈവത്തിന്റെ വചനം കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവും ദൈവമാണ് എന്നതിന് വേദപുസ്തകം കൊടുക്കുന്ന തെളിവുകളാണ് ഇന്ന് രാത്രിയിൽ ഈ ഓൺലൈൻ മീറ്റിംഗിൽ നിങ്ങളുടെ മധ്യേ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. പ്രാർത്ഥനയോടെ എബ്രായർ 1:8. പുത്രനെ കുറിച്ച് ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കും എന്ന് പറയുന്ന ഭാഗം നമുക്ക് അവിടെ കാണാം. പുത്രനോടോ
ആ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. പ്രിയമുള്ളവരെ, അവിടെ സ്തോത്രം പുത്രനെ കുറിച്ച് ദൈവമേ എന്ന് പറയുന്നു. ആയതിനാൽ ദൈവവചനം വെളിപ്പെടുത്തുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ദൈവമാണ്. സാക്ഷാൽ ദൈവമാണ് യേശു ക്രിസ്തു. അവിടെ യേശു ക്രിസ്തു രണ്ടാമതൊരു ദൈവമായിട്ടല്ല വരുന്നത്. ദൈവം ഏകനാണ്. പിതാവ് സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കുന്നത് പോലെ സ്തോത്രം ദൈവം എന്നുള്ള നിലയിൽ പിതാവ് എങ്ങനാണോ അതുപോലെ പുത്രനും ദൈവമാണ്. അത് രണ്ടാമത്തെ ഒരു ദൈവമല്ല, ദൈവം ഏകനാണെന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവും ദൈവമാണ് എന്നുള്ളത് ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കിയതാണ്. അടുത്തത്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ചിലർ ചിന്തിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി മാത്രമാണെന്ന്. ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് നാം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ദൈവമാണ്. നമുക്ക് ആ വേദഭാഗങ്ങളിലൂടെ നമുക്ക് ഇന്ന് രാത്രി വീണ്ടും പ്രവേശിക്കുവാൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി മാത്രം അല്ല. പരിശുദ്ധാത്മാവിനെ വചനം വ്യക്തിത്വമുള്ള ദൈവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത്. നമുക്ക് പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ടോ, അതോ പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തി മാത്രമാണോ എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകട്ടെ. അപ്പം ത്രിയേക ദൈവം എന്നുള്ളതിൽ പിതാവ് ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കി. പുത്രനായ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വേദപുസ്തകത്തിലൂടെ നാം കണ്ടു. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മൂന്ന് ദൈവങ്ങളല്ല, ഏക ദൈവമാണ് ദൈവവചനത്തിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാരംഭത്തിലൊക്കെ നാം വായിച്ചത്, ദൈവം ഏകനല്ലോ, ഏകനല്ലോ. ദൈവം ഏകനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന വിഷയത്തിലേക്കും കൂടെ നമുക്കിന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി മാത്രമാണെന്ന്, അല്ലെങ്കിൽ ഒരു ശക്തി മാത്രമാണെന്ന് ഒതുക്കുവാനായിട്ട് സാധ്യമല്ല. പരിശുദ്ധാത്മാവും ദൈവമാണ്. സ്തോത്രം. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ അതിനാധാരമായിട്ട് വായിച്ചാട്ടെ. അൺമ്യൂട്ട് ചെയ്തൊന്ന് വായിക്കാം. യെസ്. പത്രോസ് അനന്യാസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത്. നീ അടുത്ത അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? വിറ്റ ശേഷവും നിന്റെ കൈവശമാണ്. ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്റെ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. മതി. മനുഷ്യരോടല്ല ദൈവത്തോടാണ് നീ വ്യാജം കാണിച്ചത്. അനന്യാസിനോട് പറയാ, പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് താഴോട്ട് നാം വായിക്കുമ്പോൾ, നീ മനുഷ്യരോടല്ല പ്രത്യുത പരിശുദ്ധാത്മാവിനോട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാം ദൈവത്തോടാണ് വ്യാജം കാണിച്ചതെന്ന് അവിടെ സംസാരിക്കുന്നത്, അനന്യാസിനോട് സംസാരിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് പുതിയ നിയമത്തിനകത്ത് വളരെ വ്യക്തമായി ദൈവവചനം പറയുകയാണ്. അപ്പം ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത് പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. സ്തോത്രം. എന്നാൽ ഈ മൂന്ന് ദൈവങ്ങളെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ഏക ദൈവത്തെയാണ്. എന്നാൽ ഈ ഏക ദൈവം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വ്യക്തികൾ ഉണ്ട്. സ്തോത്രം. ഈ മൂന്ന് വ്യക്തികൾ ആമേൻ മൂന്ന് ദൈവങ്ങളായിട്ടല്ല, അത് ഏക ദൈവമായിട്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ത്രിത്വം അല്ലെങ്കിൽ ത്രിയേക ദൈവം എന്ന് വേദപുസ്തകത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള സത്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയുന്നത് എന്ത് എന്ന് ദൈവത്തോട് വ്യാജം പറയുന്നതുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ വചനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5:3-4 വാക്യങ്ങളിൽ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത് ദൈവത്തോട് വ്യാജം കാണിക്കുന്നത് തന്നെയാണെന്ന് വേദപുസ്തകം പറയുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടല്ലോ. ദൈവത്തോട് വ്യാജം കാണിക്കുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത്. കാര്യം പരിശുദ്ധാത്മാവ് ദൈവമാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവത്തോട് വ്യാജം കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ മതി, യേശുവിനോട് വ്യാജം കാണിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ദൈവം എന്നത് ഏക ദൈവമാണ്. ഏക ദൈവത്തിൽ കർത്താവിന് സ്തോത്രം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യക്തികൾ ഉണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പോൾ വേദപുസ്തകത്തിനകത്ത് നമ്മൾ പിതാവ് ദൈവമാണെന്ന് കണ്ടു, ഏക സത്യ ദൈവമാണ്, ദൈവം ഒരുവനുള്ളൂ എന്ന് നാം മനസ്സിലാക്കി. പിതാവ് ദൈവമാണ് എന്ന് വേദപുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കി. യേശുക്രിസ്തു ദൈവമാണ് എന്ന് വേദപുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കി. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വേദപുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കി. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടെയാണെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയും. യേശു ഒരു ആണ് എന്ന് നമുക്കറിയാൻ പറ്റി. കാരണം യേശു ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ട് മാനുഷിക അല്ലെങ്കിൽ ഒരു വ്യക്തിയിലുള്ള വൈകാരിക തലങ്ങൾ യേശു കണ്ണുനീർ വാർത്തു, യേശു കരഞ്ഞു, യേശുവിന് ദേഷ്യം വന്നു എന്നിത്യാദി വിഷയങ്ങളൊക്കെ വേദപുസ്തകത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ യേശു ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടെയാണെന്ന്, കേവലം ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടെയാണ്. അവനിൽ വ്യക്തിത്വമുണ്ട് എന്നതും കൂടെ നാം ഇന്ന് രാത്രി മനസ്സിലാക്കാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നോക്കാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:30 എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 4:30 വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മതി. കർത്താവിന്റെ വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. ജീവനില്ലാത്ത കേവലം ഒരു ശക്തി മാത്രമാണെങ്കിൽ, ഒരു പവർ മാത്രമാണെങ്കിൽ അതിന് ദുഃഖം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കറണ്ട് ഒരു പവറാണ്, ശക്തിയാണ്. ഈ കറണ്ടിന് ജീവനില്ല, ഈ ശക്തിക്ക് ജീവനില്ല. അതുകൊണ്ട് അതിന് ദുഃഖം എന്താണെന്ന് ആ ഇമോഷൻസ് അതിനറിയത്തില്ല. മനസ്സിലാവുന്നു? പരിശുദ്ധാത്മാവ് അതുപോലെയല്ല. കേവലം ഒരു ശക്തിയോ ഒരു പവറോ മാത്രമായിട്ട് നിൽക്കുകയല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ട് ഒരു വ്യക്തിയിലുള്ള ഇമോഷൻസ് അത് പരിശുദ്ധാത്മാവിലും ഉണ്ട്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:30 വാക്യത്തിൽ നാം വായിച്ചത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് ദുഃഖം വരാം. യേശു കണ്ണുനീർ വാർത്തതുപോലെ പരിശുദ്ധാത്മാവിനും ദുഃഖം വരാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രം അല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടെയാണെന്ന് നാം മനസ്സിലാക്കണം. കർത്താവിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14:26 വാക്യവും കൂടെ ഒന്ന് നമുക്ക് വായിക്കാം. 14:26 യോഹന്നാന്റെ സുവിശേഷം 14:26 വാക്യം. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനിതാ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, അടുത്തത്. പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. നോക്കിക്കേ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. 1, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. 2, പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ കാര്യം പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമായിട്ടല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടെയാണ് എന്നോർത്ത് ഇന്ന് രാത്രി നാം കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16:13 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു.
കേൾക്കുന്നു, വഴി നടത്തുന്നു. ഈ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വീണ്ടും ചെയ്യുന്നു. അതുകൊണ്ടൊന്ന് വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ ഓക്കെ, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ, അപ്പോൾ ഒന്ന് വഴി നടത്തുന്നു, സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുന്നു. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് ഇന്ന് രാത്രിയിൽ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കി. നമുക്കറിയാമെങ്കിലും ചിലർക്ക് ഈ വേദപുസ്തകം മനസ്സിലാക്കുവാൻ ഇടയായിട്ട് പലരും പറഞ്ഞ കാര്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. യേശു ദൈവമല്ല, യേശു സാധാരണ ഒരു പ്രവാചകൻ മാത്രമാണ്, യേശുവിന് ഒരിക്കലും ദൈവമെന്ന് പറയാൻ കഴിയുകയില്ല, യേശു ക്രിസ്തു രണ്ടാമത്തെ ദൈവമാണോ, ഇങ്ങനെയൊക്കെ പലരും ചിന്തിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമല്ല, കേവലം ശക്തി മാത്രമാണ് എന്നൊക്കെ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്ന വസ്തുത, പരിശുദ്ധാത്മാവ് ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടെയാണ്. പരിശുദ്ധാത്മാവ് ദൈവം ആണ്. ഇനി അടുത്ത കാര്യം ഞാൻ നിങ്ങളുടെ മധ്യേ പറയുന്നത് 7ാമത്തെ കാര്യമാണ് നിങ്ങളുടെ മധ്യേ പറയുവാൻ ഇടയാകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മധ്യേ പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന്, തൃത്വം എന്നത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. 2, ബൈബിൾ പഠിപ്പിക്കുന്ന ഏകദൈവത്തെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. 3, അതിൽ പിതാവ് ദൈവമാണ് എന്ന് നിങ്ങളുടെ മധ്യേ പങ്കുവച്ചു. 4, യേശുക്രിസ്തു ദൈവമാണ് എന്ന് പങ്കുവച്ചു. 5, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് വചനത്തിലൂടെ പങ്കുവച്ചു. 6, പരിശുദ്ധാത്മാവ് ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടെയാണ് എന്ന് നാം വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കി. സ്തോത്രം. 7ാമത്തെ കാര്യം നിങ്ങൾ അറിയേണ്ടത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, സ്തോത്രം, ശ്രദ്ധിക്കണം, ഒരേ ഒരു വ്യക്തിയല്ലെന്ന് നാം വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ഒരു വ്യക്തിയല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. 3 വ്യക്തികളാണ്. 3 വ്യക്തികളാണ്, പക്ഷേ ഏക ദൈവമാണ്. 3 വ്യക്തികളുള്ള ഒരു ഏക ദൈവം. കർത്താവിന് സ്തോത്രം. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം നിങ്ങളുടെ മധ്യേ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. എനിക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് അതിലേക്ക് കയറണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ 3 ഒരു വ്യക്തിയല്ല, 3 വ്യക്തികളാണ്. സ്തോത്രം. 3 വ്യക്തികളാണെങ്കിലും ഇവർ ഒരു ദൈവമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരും. കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ ഓരോ പോർഷൻസ്, ഓരോ ഭാഗങ്ങളായിട്ട് നാം മനസ്സിലാക്കി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയല്ല, ഒരേ ഒരു വ്യക്തിയല്ല, 3 വ്യക്തികളാണ്. അതിന് ദൈവവചന ആധാരമായിട്ട് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ. മത്തായി 3:16-17 വാക്യങ്ങൾ. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. മതി. അടുത്തും കൂടെ വായിച്ചോ എങ്കില്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്,
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ വ്യക്തിയല്ല, 3 വ്യക്തികളാണ് എന്ന് പറഞ്ഞു. അതിനാധാരമായ തിരുവചനമാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം വായിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ച്, 3 വ്യക്തികളായിട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു ദൈവവും 3 വ്യക്തികളുമായിട്ടുള്ള തൃത്വം എന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയല്ല, 3 വ്യക്തികളാണ്. അതിന് മത്തായിയുടെ സുവിശേഷം 3:16-17 നാം വായിച്ചതിൽ 1, യേശു വെള്ളത്തിൽ നിന്നും കയറുന്നു. യേശു യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ ശേഷം യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി യേശു ക്രിസ്തു വെള്ളത്തിൽ നിന്ന് കയറി. നിങ്ങൾ ശ്രദ്ധിച്ച്, 2, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി വെള്ളത്തിൽ നിന്ന് കയറി, യേശു ക്രിസ്തു. 2ാമത്തെ വ്യക്തി പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. നോക്കിക്കേ, 2 വ്യക്തികളെ നമുക്ക് അവിടെ കാണാം. 3, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കിക്കേ, അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ യോർദാൻ നദിയിലെ വെള്ളത്തിൽ സ്നാനമേറ്റ് കയറി, ഒന്നാമത്തെ വ്യക്തി. 2ാമത്തെ വ്യക്തി പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി, 2ാമത്തെ വ്യക്തി. 3ാമത്തെ വ്യക്തി സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കിക്കേ, 3 ഒന്നായിട്ടല്ല നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 3 ഒരു വ്യക്തിയായിട്ടല്ല, 3 വ്യക്തികളായിട്ടാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് 3 പേരുടെയും ഈ ഒരൊറ്റ സംഭവത്തിൽ 3 പേരുടെയും വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. കർത്താവിന് സ്തോത്രം. 3 വ്യക്തികളാണെങ്കിലും ഒരു ദൈവമാണെന്ന് മറന്നു പോകരുത്. കർത്താവിന് സ്തോത്രം. അതെങ്ങനെയാണ് ഈ ഒരു ദൈവമാകുന്നത് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചാൽ, കൂടുതൽ വേദഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധ്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല, അത് 3 വ്യക്തികളാണ്, പക്ഷേ ഒരേ ഒരു ദൈവമാണ്. യേശു ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, പിതാവ് ദൈവമാണ്. ഏക ദൈവത്തെയാണ് വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളൂ. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഏക ദൈവത്തെയാണ്. ദൈവം ഏകനാണ്. ദൈവം ഏകനായതുകൊണ്ട് ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവമാണ്. എന്നാൽ ഈ ഏക ദൈവത്തിൽ 3 വ്യക്തികൾ ഉണ്ട് എന്നത് നാം മനസ്സിലാക്കുക. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. 3 വ്യക്തികളുള്ള ഒരു ഏക ദൈവത്തെയാണ് നാം തൃത്വം എന്ന് വിളിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ 3 ദൈവങ്ങളല്ല, ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതിൽ 3 വ്യക്തികൾ, 3 ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതായിട്ട് വേദപുസ്തകത്തിനകത്തുനിന്ന് നമുക്ക് കാണുവാൻ സാധ്യമാണ്. നമുക്ക് മനസ്സിലാക്കിയ ചില വേദഭാഗങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ചില പോയിന്റ്സുകൾ ഒന്നുകൂടെ നിങ്ങളുടെ മധ്യേ ഞാൻ പങ്കുവയ്ക്കുന്നു. തൃത്വം എന്നത് ബൈബിളിൽ ഉടനീളം നമ്മൾ തിരഞ്ഞാൽ അങ്ങനെ ഒരു പദം കാണുവാൻ കഴിയുകയില്ല. തൃത്വം, ദൈവിക തൃത്വം എന്നത്. പക്ഷേ ഈ തൃത്വം, ദൈവിക തൃത്വം എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവവചനം എന്താണെന്നും യേശുക്രിസ്തു ആരാണെന്നും പിതാവ് ആരാണെന്നും പരിശുദ്ധാത്മാവ് ആരാണെന്നും മനസ്സിലാക്കി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ, ഏക ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവിക തൃത്വം എന്നത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നോർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ 2, ബൈബിൾ പഠിപ്പിക്കുന്ന ഏക ദൈവമാണ് എന്ന് ഞാൻ നിങ്ങളുടെ മധ്യേ പഠിപ്പിക്കുന്ന ദൈവം ഏക ദൈവമാണ്. അതിനാവർത്തന പുസ്തകം 6:4 ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ യഹോവ ഏക യഹോവയാണെന്ന് നാം മനസ്സിലാക്കുവാനിടയായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:5 ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനും ഇല്ല, ഞാനാണ് ദൈവം എന്ന് പറയുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്ന വേദഭാഗം നാം മനസ്സിലാക്കി. പുതിയ നിയമത്തിലും സ്തോത്രം, ദൈവം ഒരുവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നുള്ളത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും നാം മനസ്സിലാക്കുവാനായിട്ടിടയായി.
എന്നാൽ ഇതെല്ലാം നാം കൂട്ടി വായിക്കുമ്പോൾ ദൈവം ഏകനാണെന്നുള്ള വസ്തുത ദൈവജനത്തിനകത്തുനിന്ന് നാം ഇന്ന് രാത്രി മനസ്സിലാക്കുവാനായിട്ടിടയായിട്ടുണ്ട്. അതിൽ ഒന്ന്, പിതാവ് ദൈവമാണ് എന്നത് ഇന്ന് രാത്രി വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കി. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏക സത്യ ദൈവമാണെന്ന് നാം മനസ്സിലാക്കി. പിതാവിനെ ദൈവം എന്ന് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. കർത്താവിന് സ്തോത്രം. യേശുക്രിസ്തു ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ടിടയായി. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ടിടയായി. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയാണ് എന്ന് തിരുവചനങ്ങളിലൂടെ നാം മനസ്സിലാക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു വ്യക്തിയല്ല, ഇത് മൂന്ന് വ്യക്തികളാണ് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ഈ 3 വ്യക്തികളാണെങ്കിലും ഒരു ദൈവമാണ് ഇവർ എന്ന് നാം മനസ്സിലാക്കുവാനായിട്ടിടയായി. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സ്തോത്രം? ഹല്ലേലൂയ. ഈ 3 ദൈവങ്ങളല്ല, ഒരു ദൈവമാണ് എന്ന് എന്തുകൊണ്ടാണ് നാം പറയുന്നത് എന്നിത്യാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആകയാൽ ദൈവം ഇന്നു രാത്രി ദൈവിക തൃത്വം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കൂടി ഇത്രത്തോളം ആ വിഷയത്തിൽ നിന്നുകൊണ്ട് നമുക്കത് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ, ഏക ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പരിശുദ്ധ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.